ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ ഞാൻ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും മനുഷ്യൻ മെഷീൻസിനെ ഉപയോഗിക്കും. പിന്നെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മെഷീൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന്മാരുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കുറച്ചുകൊണ്ട് ചെയ്യാം. ചില കമ്പനികൾ ഓട്ടോമേഷൻ ടെക്നോളജിയും സെൻസറും രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പോൾ കാരണം അവരുടെയൊക്കെ മാർക്കറ്റ് പൊസിഷനിങ് ഒക്കെ വെച്ചിട്ട് അവരൊക്കെ ഓരോ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഈ സെൻസേഴ്സിൻ്റെയും ഒക്കെ OEMs ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് ആണ്. അവിടെയാണ് കോൺസിസ്റ്റ് പോലുള്ള കമ്പനികൾ, നമ്മുടെ കമ്പനി പോലുള്ള കമ്പനികൾ വരുന്നത്. പലപ്പോഴും സ്കാഡ വരിക മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഒരുമിച്ച് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കണം, ഇവിടെ എന്താ നടക്കണം എന്നൊക്കെ എല്ലാം ഒരൊറ്റ വ്യൂവിൽ വരും. പിന്നെ അതിൻ്റെ പുറമെ അലാംസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അലാം കണ്ടീഷൻസ് ഉണ്ടാവുക, അതായത് ഡിസൈറബിൾ അല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ അലാംസ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കത് കാണാൻ പറ്റും. ടെമ്പറേച്ചർ കൂടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ലെവല് കുറഞ്ഞു, അല്ലെങ്കിൽ ഓവർഫ്ലോ ആയി, ഇങ്ങനത്തെ ഓവർഫ്ലോ ആവാൻ പോകുന്നു, അപ്പം അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അലാംസ് സെറ്റ് ചെയ്യാം. ഹായ്, എൻ്റെ പേര് ജാസിർ സാബരി, കോൺസിസ് ഗ്രൂപ്പിൻ്റെ CEO ആണ്. എൻ്റെ കൂടെ ഉള്ളത് മിറാജ് ആണ്, കോൺസിസിൻ്റെ CTO ആണ്. ഇത് ഞങ്ങളുടെ 3ാമത്തെ പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മായി ബന്ധപ്പെട്ട ഫീൽഡിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്ന് ഇപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്ന എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് ഉപകാരപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു ചർച്ചയാണിത്. അതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിജയകരമായ 3ാമത്തെ പോഡ്കാസ്റ്റാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ട്രാവൽ പ്ലാനും നമ്മുടെ ട്രാവൽ സ്കെഡ്യൂൾസും എന്നൊക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് ആക്ച്വലി കൃത്യമായിട്ട് ധാരണ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും വിജയകരമായി 3ാമത്തേതാണ് എന്നതിൽ എനിക്ക് തോന്നുന്നു സന്തോഷിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ് നമ്മുടെ ഫീൽഡ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫീൽഡിൽ ബേസിക്കലി അതിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, പിന്നെ അതേപോലെ ഇപ്പോഴത്തെ പുതിയ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ റോബോട്ടിക്സ്, മെക്കാട്രോണിക്സ്, പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിലൊക്കെ ഉള്ള ആൾക്കാരാണ് ജനറലി ഈ ഫീൽഡിലേക്ക്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫീൽഡിലേക്ക് വരാറ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫീൽഡിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ, ഏതൊക്കെ ഇൻഡസ്ട്രി വെർട്ടിക്കൽസ് ആണുള്ളത്, അവിടെ ഏതെല്ലാം തരത്തിലുള്ള ജോലി സാധ്യതകളാണുള്ളത് എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് എന്താണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നുള്ളത്. ബേസിക്കലി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും മനുഷ്യൻ മെഷീൻസിനെ ഉപയോഗിക്കും. അപ്പോൾ അത് എങ്ങനെ മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് തീരല്ലാതെ ചെയ്യുക, അങ്ങനത്തെ അപ്ലിക്കേഷൻസ് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ സേഫ് അല്ലാത്ത കാര്യം, മനുഷ്യൻ ചെയ്യുന്നത് സേഫ് അല്ലാത്ത കാര്യങ്ങൾ, മനുഷ്യന് സേഫായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സംഗതി. പിന്നെ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മെഷീൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് ഏറ്റവും കുറച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻ ജനറൽ എന്ത് ഓട്ടോമേറ്റ് ചെയ്താലും അവിടെ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു കോമൺ കാര്യം നമുക്ക് പറയാൻ പറ്റാം, ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കുറയും മനുഷ്യന്മാരുടെ. ഇതിലൊരു ഏതെങ്കിലും ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഈ 3 കാര്യത്തിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, ലാർജ് ഒരു വെൽസിന്ന് പിന്നെ വാട്ടർ ലിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, വാട്ടർ ലിഫ്റ്റ് ചെയ്യാൻ മനുഷ്യന്മാർക്ക് കഴിയും. സാധാരണ നമ്മൾ ബക്കറ്റും കയറും വെച്ചിട്ട് നമുക്ക് വാട്ടർ ലിഫ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പമ്പ് ഉപയോഗിക്കേണ്ടി വരും. ആ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പം ചില പ്രശ്നങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ എത്രത്തോളം ഇവിടെ വെള്ളം ആവശ്യമുണ്ട്
അവിടെയുള്ള ടാങ്ക് നിറഞ്ഞോ, പിന്നെ നമ്മൾ ആവശ്യത്തിന് പ്രഷറിലും ഫ്ലോയിലും വെള്ളം വരുന്നുണ്ടോ, വരുന്ന ഫ്ലോ എത്ര അതൊക്കെ മനുഷ്യന്മാർ മാനുവലായി ചെയ്യുമ്പോൾ അതൊക്കെ ഒരു കൺട്രോൾഡ് എമൗണ്ടിൽ വരുള്ളൂ. നമുക്ക് പലതും അതൊക്കെ വിഷ്വലി കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ സംഗതികൾ വരുമ്പോൾ ഈ പമ്പ് വെറുതെ ഓണാക്കിയിട്ട് പോകാൻ പറ്റില്ല. ആ പമ്പ് സേഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. വെള്ളം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ അതിന് വേണ്ട കറണ്ടും ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഏറ്റവും ഒപ്റ്റിമം ഇതിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ആ പമ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓട്ടോമേഷൻ അവിടെ ആവശ്യം വരും. അതേപോലെ ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് അത്ര പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മെഷീൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ സേഫ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു കട്ടിങ് ഓപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു മെറ്റൽ കമ്പോണൻസ് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഈ കട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. അത് അത്ര സേഫ് ആയിക്കോളുന്നില്ല മാനുവലായിട്ട് ചെയ്താൽ. അത് ആളുകൾക്ക് അപകടം പറ്റാൻ സാധ്യത. അതേപോലെ സ്റ്റീൽ റോളിംഗ് മിൽസ് ഉണ്ടാവും. സ്റ്റീൽ റോളിംഗ് മിൽസിൽ മാനുവലായിട്ട് റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവായ കാര്യമാണ്. മെക്കാനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പം ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് അത് പിക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആക്ച്വലി സേഫ് അല്ല. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചില ഓട്ടോമേഷൻ സിസ്റ്റംസ് കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഓട്ടോമേഷൻ സേഫ്റ്റി ചില ഇന്റർലോക്സ് പോലെ അതൊക്കെ ഓട്ടോമേഷന്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായത് അപ്പോൾ അതിൽ സേഫ്റ്റിയിൽ തന്നെ പല ആംഗിളുകളുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരു പ്രോസസ്സ് സേഫായിട്ട് നടക്കണം എന്നുള്ളതും സേഫായിട്ട് എൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള. ഇനിയിപ്പോൾ അതങ്ങനെ ഫെയിലായാൽ പോലും ഫെയിൽ സേഫായിട്ട്, അതായത് ഒരു മെഷീൻ ഫെയിലർ ആയാൽ പോലും അത് സേഫായിട്ട് എൻഡ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഓട്ടോമേഷൻ സിസ്റ്റംസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ആ ഓട്ടോമേഷൻ്റെ ഒരു സ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇനി സ്കോപ്പ് നമ്മൾ പറയുമ്പോൾ തന്നെ ഏതൊക്കെ ഇൻഡസ്ട്രികളിലാണ് ഇത് ചെയ്യുക എന്നുണ്ടാവും. അപ്പോൾ ഓട്ടോമേഷൻ ഇന്നില്ലാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ലാതെ നമുക്ക് പറയാം. പക്ഷേ ഇൻ ജനറൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ്. പിന്നെ അല്ലാത്ത ഹെവി ഇൻഡസ്ട്രികൾ, മാനുഫാക്ചറിങ്, മെറ്റലർജി, പിന്നെ മൈനിങ്, പിന്നെ എല്ലാ മറ്റേ FMCG മറ്റേ ഇതുണ്ടല്ലോ മാനുഫാക്ചറിങ്, നമ്മളെ അതേപോലെ ഫുഡ് ആൻഡ് ബെവറേജ് ഇൻഡസ്ട്രി, പിന്നെ അതല്ലാത്ത യൂട്ടിലിറ്റി, ഇപ്പോൾ ഇലക്ട്രിക്കൽ, വാട്ടർ, പവർ ജനറേഷൻ, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഏതൊക്കെ ഇൻഡസ്ട്രി വെർട്ടിക്കൽസ് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഓട്ടോമേഷൻ സിസ്റ്റംസിൻ്റെയും സൊല്യൂഷൻസിൻ്റെയും സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഡസ്ട്രികളിലാണ് ഈ സംഗതി വരുന്നത്. അതിൽ എനിക്കൊരു സംശയം ഉള്ളത്, ഇപ്പം ഇതിൽ പറഞ്ഞ ഇത്രയും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ഫുഡ് ആൻഡ് ബീവറേജസ് പോലെയുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ വേറെ ഇതെടുത്താലും അവിടെയൊക്കെ ഓൾറെഡി അത് ചെയ്യുന്നത് തന്നെ വലിയ മെഷീൻസ് ആണല്ലോ. അപ്പോൾ ആ മെഷീൻ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട്, അതായത് ആ മെഷീൻ ഉണ്ടാക്കുന്ന ഒരു ഒറിജിനൽ വെണ്ടർ തന്നെ പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് പുറമെ പിന്നെ അവിടെ ഒരു ഓട്ടോമേഷനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? ഇപ്പോൾ ഒരു കോൺസിസ്റ്റ് പോലെ ഒരു കമ്പനി, അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? അത് ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ടൈപ്പ് കമ്പനികളാണ് ഈ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയണമെന്നെല്ലാം തോന്നുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മെഷീൻ ബിൽഡേഴ്സാണ്. അതായത് അവരുടെ പണി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് എന്ന് പറയും, SPMs. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറി ബിൽഡ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബോട്ട്ലിംഗ് മെഷീൻസ്, നമ്മുടെ ഒരു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ്സോ ഒക്കെ ജ്യൂസോ ഒക്കെ നമുക്ക് വേരിയസ് ഇൻഡസ്ട്രിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ടിൽ ഫില്ല് ചെയ്ത് അതിനെ ക്യാപ്പ് ചെയ്ത് അതിന് വേണ്ട പാക്കേജിങ് ചെയ്തിട്ട് പുറത്ത് വെക്കുക. അതിലൊരു ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾക്ക്. അപ്പോൾ ഈ എൻ്റയർ പ്രോസസ്സ് നടക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടാവും. ഓക്കെ, പക്ഷെ അവരെ OEMs എന്ന് പറയും, മെഷീൻ OEMs, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറാണ് OEM എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെഷീൻസ് ഉണ്ടാക്കുന്ന OEMs ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഓട്ടോമേഷൻ സിസ്റ്റംസിലെ ഒരു പ്ലെയർ പറഞ്ഞാൽ ഓട്ടോമേഷൻ ടെക്നോളജീൻ്റെ OEMs ഉണ്ടാവും. അതായത് ഈ സംഗതികളെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന
കുറേ ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടാവും, കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയറുകളുടെയും ഇലക്ട്രോണിക്സ്, അപ്പോൾ അതിൽ പെട്ടതാണ് PLC, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, PLC, PID കൺട്രോളേഴ്സ്, ടെമ്പറേച്ചർ കൺട്രോളേഴ്സ്, ഇങ്ങനത്തെ കുറേ കൺട്രോളർ സംഗതികളുണ്ട്. അപ്പോൾ ആ സംഗതികൾ മാനുഫാക്ചർ ചെയ്യുന്ന, അതിൻ്റെ R&Dയും അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന കമ്പനികൾ, അത് പ്രൊഡക്റ്റായിട്ട് സെല്ല് അത് പ്രൊഡക്റ്റായിട്ട് സെല്ല്. അപ്പോൾ ഈ OEM ഈ അവരുടെ ഈ മെഷീൻ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ കുറേ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിലുപയോഗിക്കും, ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അവരെ നമുക്ക് ഓട്ടോമേഷൻ പ്രോഡക്റ്റ് OEMs എന്ന് വിളിക്കാം. പിന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സെൻസേഴ്സ് ആവശ്യമുണ്ട്. അതിന് കൈ കണക്കില്ല, hundreds of thousands of types. ഓക്കെ, അത്രയും പാർട്ട് നമ്പർ ഉണ്ടാവും, അത്രയും മോഡൽ നമ്പേഴ്സൊക്കെ ഉള്ള, മോഡൽസ് ഉള്ള അത്രയും SKUs. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, പ്രോക്സിമിറ്റി, അതേപോലെ ഫ്ലോ, എന്തും ആവാം. അപ്പോൾ നമുക്ക് എന്ത് മെഷർ ചെയ്യാനും എന്ത് സെൻസ് ചെയ്യാനും ഉപയോഗിക്കുന്ന സെൻസറുകൾ. അത് സെൻസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് വേറെ കമ്പനികളാണ്, ടിപ്പിക്കലി വേറെ കമ്പനികൾ, ഇൻസ്ട്രുമെന്റ് കമ്പനികളും സെൻസർ കമ്പനികളും വേറെ ഉണ്ട്. ചിലപ്പോൾ ചില കമ്പനികൾ ഓട്ടോമേഷൻ ടെക്നോളജിയും സെൻസറും രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പോൾ കാരണം അവരുടെയൊക്കെ മാർക്കറ്റ് പൊസിഷനിങ് ഒക്കെ വെച്ചിട്ട് അവരൊക്കെ ഓരോ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഈ സെൻസേഴ്സിൻ്റെയും ഒക്കെ OEMs ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സാണ്. അവിടെയാണ് കോൺസിസ്റ്റ് പോലുള്ള കമ്പനികൾ, നമ്മുടെ കമ്പനി പോലുള്ള കമ്പനികൾ വരുന്നത്. സിസ്റ്റം ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒരു കസ്റ്റമറുടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ഹാർഡ്വെയർ വേണം, എന്തൊക്കെ സോഫ്റ്റ്വെയർ വേണം, പിന്നെ എന്തൊക്കെ സെൻസർ വേണം എന്നൊക്കെ മനസ്സിലാക്കി അത് ഒരു സിസ്റ്റമായിട്ട് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റം സൊല്യൂഷൻ ആയിട്ട് കസ്റ്റമർക്ക്. അത് ഞാനിപ്പോ ഈ എക്സാമ്പിൾ എടുക്കുമ്പോൾ ബോട്ടിലിംഗിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പൊ ബോട്ടിലിംഗിന് വേണ്ടി ഓൾറെഡി മെഷീൻ ഉണ്ട്, അതായിരുന്നു എന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ബോട്ടിലിംഗ് മെഷീൻസിന്റെ അകത്ത് തന്നെ PLC കൺട്രോളേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സെൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. സെൻസേഴ്സ് ഈ വാല്യൂസ് റീഡ് ചെയ്യാനും തിരിച്ച് കൺട്രോൾ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഈ ഓൾറെഡി ബോട്ടിലിംഗ് മെഷീൻ ഓട്ടോമേറ്റഡ് ആണെങ്കിൽ പിന്നെ സിസ്റ്റം ഇന്റഗ്രേറ്ററിന്റെ ജോബ് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സിസ്റ്റം ഇന്റഗ്രേറ്ററിന്റെ ജോബ് എന്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ഒരു മെഷീൻ അല്ല ഉണ്ടാവുക, പല മെഷീൻസ് ഉണ്ടാവും. അതായത് ബോട്ടിലിംഗ് പോലെ വേറെ പല പ്രോസസ്സുകളും, അതുപോലെ പാക്കിംഗ് ഉണ്ടാവും. പിന്നെ ഈ പ്രോസസ് സൈഡും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താണ് ഈ പാക്ക് ചെയ്യണത്, ഒരു ജ്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ജ്യൂസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഗതികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനാണ് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എല്ലാം കൂടി നമുക്കൊരു പ്ലാന്റ്, ഒരു ഫാക്ടറി, ഒരു പ്ലാന്റ് എന്നൊക്കെ. അപ്പോൾ ആ ലെവലിൽ അവിടെ ഇത് ഇന്റർ കണക്ട് ചെയ്യേണ്ട കുറെ ജോലികളുണ്ടാവും. ഇതെല്ലാം കൂടി ഒരൊറ്റ കമ്പനി കൊണ്ടുവന്ന് കൊടുക്കല്ല, പലതും പല സ്ഥലത്തുനിന്നും വാങ്ങിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഓവറോൾ എന്നിട്ട് പിന്നെ ഒരു വ്യൂ വേണ്ടി വരും. അതായത് ഈ കമ്പനീന്റെ കൺട്രോൾ ചെയ്യൽ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണത്, അതിന്റെ എഫക്റ്റീവ് ആണോ ഏതെങ്കിലും. അപ്പോൾ അത് കുറച്ചും കൂടിയും ഒരു ഹയർ ലെവലായിട്ടുള്ള ഒരു ഡിജിറ്റൽ സൊല്യൂഷൻസിലേക്കൊക്കെ പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സിന് അവിടെയും പിന്നെ സ്കോപ്പ് ഉണ്ട് നടത്തും. പിന്നെ ഇതൊന്നും അല്ലാത്ത ഏതൊരു വലിയ ഒരു പ്ലാന്റ് എടുത്താലും ഇതിനൊക്കെ കുറേ ഓക്സിലറി ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് ആൻഡ് ബെവറേജ് പ്ലാന്റിൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാവും. ഒരു വേറെ, അപ്പോൾ അവിടെയൊക്കെ ഓട്ടോമേഷനും കാര്യങ്ങളും അവിടെ നിന്നുള്ള വാട്ടർ ഇങ്ങോട്ട് എത്തിക്കലും, അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്യലും പരിപാടികളും ഒക്കെ ആയിട്ട് അവൻ്റെ യൂട്ടിലിറ്റീസ് എന്ന് പറയും. ഒരു മെയിൻ പ്രോസസ് ആയിരിക്കില്ല, ഇതിനൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അതിൽ ഈ പവറൊക്കെ പവർ അതിൽ വരും. പിന്നെ ഇങ്ങനത്തെ സ്റ്റീം, പിന്നെ കംപ്രസ്ഡ് എയർ, പിന്നെ ചിൽഡ് വാട്ടർ, അങ്ങനെ പല യൂട്ടിലിറ്റികളും ഉണ്ടാവും. അതായത് മെയിൻ ഫംഗ്ഷനായ ഈ ജ്യൂസോ അല്ലെങ്കിൽ ഈ ഫുഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നതല്ലാതെ ഈ സെയിം ഫാക്ടറിയിൽ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണ്, അതിനാണ് യൂട്ടിലിറ്റീസ്. അപ്പോൾ അത് പറയാൻ കാരണം അതിനും ഈ ഓട്ടോമേഷൻ ആവശ്യം വരും. അപ്പോൾ നമ്മൾ സിസ്റ്റം ഇൻ്റഗ്രേറ്റർക്ക് പലപ്പോഴും അങ്ങനത്തെ ജോലികളും കിട്ടും അപ്പാർട്ട് ഫ്രം ദാറ്റ്. പിന്നെ ചില സിസ്റ്റം ഇൻ്റഗ്രേഷൻ കമ്പനികൾ OEMs ആയിട്ട് ടൈപ്പ് ആയിട്ട് മെഷീൻ OEMsന് അവരുടെ ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കും. കാരണം മെഷീൻ ബിൽഡറിന്റെ സ്ട്രെങ്ത് ചിലപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള സിസ്റ്റംസിലായിരിക്കും, അതിൻ്റെ ഇലക്ട്രോണിക്സിലും സെൻസർ സിസ്റ്റം സൊല്യൂഷൻസിലും ഒന്നും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ OEMs എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിസ്റ്റം ഇൻ്റഗ്രേറ്ററായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ ആ സൊല്യൂഷൻസ് അവർ കോ ബിൽഡ് ചെയ്യും.
അങ്ങനത്തെ സാധ്യതകളും ഉണ്ട്. ഇതിൽ എനിക്കൊരു ഞാനിപ്പോ PLC കൺട്രോളേഴ്സിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, അതുപോലെ ഈ സ്കാഡ എന്ന് പറഞ്ഞിട്ടൊരു എപ്പോഴും ഇതിൽ കേൾക്കുന്നുണ്ട് PLC ആൻഡ് സ്കാഡ എന്നുള്ളത്. അപ്പൊ ഇതിൽ എവിടെയാണ് സ്കാഡ വരുന്നത്? സ്കാഡ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണത്. ഓക്കെ. അപ്പോൾ സ്കാഡ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഫുൾ പ്ലാന്റ്, ഈ ഫുൾ പ്ലാന്റിൻ്റെയോ ഒരു ഫുൾ മെഷീൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോസസ്സിൻ്റെയോ ഒരു സൂപ്പർവൈസറി കൺട്രോൾ, അതായത് ഒന്ന് അതിനെ ഡാറ്റ അക്വിസിഷൻ എന്നാണ്. അപ്പോൾ ഒന്ന് ഈ മെഷീനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ സെൻസർ റീഡിങ്സും അതിൻ്റെയൊക്കെ പല മെഷീൻസും പല മോട്ടേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ ഉണ്ടാവും, അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അതൊക്കെ നമുക്ക് ഒരു സിംഗിൾ സ്ക്രീനിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കലും എന്തായിരുന്നു, എങ്ങനെയാണ് പ്ലാന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോന്നിൻ്റെ വാല്യൂസ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റുക എന്നുള്ളത് നമ്പർ 1. ഇനി 2 കാര്യങ്ങളുള്ളൂ. പിന്നെ ഒന്ന് അതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെ നമുക്ക് മെഷീൻ്റെ അടുത്ത് പോകാൻ തന്നെ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതിനാണ് ഈ സോഫ്റ്റ്വെയർ. ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ അതാണ് ഇപ്പൊ മെഷീൻസ് എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്നത് ആ മെഷീൻസും അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നാം, ആ മെഷീന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട്. അപ്പൊ സ്കാഡ എന്ന് പറയുന്നത് സ്കാഡ എന്ന് പറയുന്നത് അവിടെയല്ല, അവിടെ തന്നെ അതൊരു കൺട്രോൾ റൂമിന്റെ അകത്ത് അത് വേറൊരു റൂം അതിനു വേണ്ടി. മാത്രമല്ല ഇപ്പൊ ചിലപ്പോ നമ്മൾ സെറ്റ് പോയിന്റ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പമ്പ് ഓപ്പറേറ്റ് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ അത് ഒരു 1000 റൊട്ടേഷൻസ് പെർ മിനിറ്റിലാണ് അതിൻ്റെ മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലോ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1000 പോരാ, 1200 ആക്കണം. അത് ഈ സ്കാഡയിൽ ചെയ്താൽ ഈ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ പലപ്പോഴും സ്കാഡ വരിക മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഒരുമിച്ച് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നതൊക്കെ എല്ലാം ഒരൊറ്റ വ്യൂവിൽ വരും. പിന്നെ അതിൻ്റെ പുറമെ അലാംസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അലാം കണ്ടീഷൻസ് ഉണ്ടാവും, അതായത് ഡിസൈറബിൾ അല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ അലാംസ് ആയിട്ട് കിട്ടും. അപ്പം നമുക്കത് കാണാൻ പറ്റും. ടെമ്പറേച്ചർ കൂടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ലെവൽ കുറഞ്ഞു അല്ലെങ്കിൽ ഓവർഫ്ലോ ആയി, ഇങ്ങനത്തെ ഓവർഫ്ലോ ആവാൻ പോകുന്നു, അപ്പം അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ന ടാങ്കിൽ 80% ആയാൽ നമുക്കൊരു അലാം വേണം, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അലാം കിട്ടും. അപ്പോൾ അലാം കിട്ടുമ്പോൾ നമുക്ക് അതിനെ അക്നോളജ് ചെയ്തിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അലാംസ് ഒക്കെ ടിപ്പിക്കലി ഈ സ്കാഡ കൺട്രോൾ റൂമിലാണ് വരുന്നത്. അപ്പോൾ കൺട്രോൾ റൂം കുറച്ച് അകലെ ആയിരിക്കും, മീൻസ് വളരെ അകലെ ആയിരിക്കും സാധാരണ. അത് ബേസ്ഡ് ഓൺ ആ പ്ലാന്റിന്റെ ഡിസൈനും ഇതൊക്കെ അനുസരിച്ച് പല രൂപത്തിലുണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ PLCന്റെ നമ്മൾ കൺട്രോൾ ലെയർ ഉണ്ടല്ലോ, PLC എന്ന് പറഞ്ഞാൽ കൺട്രോളറിന്റെ മേലെ വരുന്ന ഒരു സൊല്യൂഷനാണ് സ്കാഡ. അപ്പോൾ PLCയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴിയാണ് സ്കാഡയിലേക്ക് സാധാരണ. മുമ്പൊക്കെ അത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മോഡ്ബസ് RTU എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴിയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഒക്കെ ഇതർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, നെറ്റ്വർക്കിംഗ് ആണ്, പ്യൂർ നെറ്റ്വർക്കിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ സ്പീഡും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ സ്വാഭാവികമായിട്ടും അത് ഒക്കെ വരുമ്പോഴേക്ക് അതിൽ സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ സംഗതികൾക്ക് കൂടുതൽ സ്കോപ്പ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് എങ്ങനെ വൈഫൈ ആയിരിക്കോ അതോ ടിപ്പിക്കലി അതോ അത് ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്കിങ്ങിന് എന്നാണ് പറയാം. അത് ഒരു സാധാരണ എന്താ പറയുക കൺവെൻഷണൽ ബിസിനസ് സെറ്റിങ്സിലുള്ള നെറ്റ്വർക്കിങ്ങിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ നിലക്ക് പരമാവധി ഇതൊക്കെ ഈ കൺട്രോൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് കേബിൾ ഉണ്ടാവും, വയേർഡ് നെറ്റ്വർക്കിന് ഈതർനെറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ മീഡിയ കൺവേർട്ട് ചെയ്ത് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഒരു കേബിൾ ഉള്ള രൂപത്തിലാണ് അധികം ഉണ്ടാകുക. പക്ഷേ ചില ഹൈലി റിലയബിൾ ആയിട്ടുള്ള വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളുണ്ട്, വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസിൽ ഒക്കെ അങ്ങനത്തെ സംഗതികൾ ഉപയോഗിക്കും. ഇതിൽ പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ജോലികൾ, ഇപ്പോൾ സിസ്റ്റം ഇൻ്റഗ്രേഷൻ, PLC കൺട്രോളർ, അതിലൊക്കെ
ഏത് ടൈപ്പ് ആളുകൾ എങ്ങനെയാണ് അതിലുള്ള ഏത് ടൈപ്പ് ആളുകൾക്കാണ് ഇവിടെ എക്സൽ ചെയ്യാൻ പറ്റുന്നത്? അതായത് വെറും ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ച ആളുകൾക്കാണോ, അതോ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഒന്ന്. ഈ സിസ്റ്റം ഇൻ്റഗ്രേഷനിൽ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ലെവൽ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ. അപ്പോൾ അത് വെച്ചാൽ ഒരു ഹാർഡ് കോർ പിന്നെ ഒരു പ്രോഗ്രാമിങ്ങോ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ ഒരു ഹാർഡ് കോർ സി പ്രോഗ്രാമിങ്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആ ലെവല് ഒന്നും അല്ലാതെ അതിൻ്റെ മേലെ ഒരു ഉള്ള ഒരു പ്രോഗ്രാമിംഗ് സ്കിൽസ്, അതിൻ്റെയൊക്കെ അതായത് അത്രയും പ്രോ അല്ലാത്ത ഒരു പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ മതി ഒരു സിസ്റ്റം ഇൻ്റഗ്രേഷൻ ലെവലിലുള്ള പ്രോഗ്രാമിംഗ് ചെയ്യാൻ. അതേപോലെ ഹാർഡ്വെയർ എടുക്കുകയാണെങ്കിലും ഒരു PCB ഡിസൈൻ ചെയ്യണ പോലുള്ള കോംപ്ലക്സിറ്റി ഒന്നും ഇവിടെ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ലെവലുള്ള ഹാർഡ്വെയർ ഡിസൈനും കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നിയത് ഒരു സിസ്റ്റം ലെവൽ എന്നാൽ ഇതിനേക്കാളും കുറഞ്ഞ സ്കിൽസ് മതി നമ്മൾ ഒരു ഇൻസ്റ്റലേഷനോ ഇതിൻ്റെയൊക്കെ ജനറലി ഇൻസ്റ്റലേഷനും പിന്നെ കമ്മീഷനിങ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നപ്പോൾ കോൺട്രാക്ടിങ് കമ്പനികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് വാട്ടറിലൊക്കെ EPC കമ്പനികളുണ്ടാവും. അവിടെയും അവർ ഓട്ടോമേഷൻ പ്രോജക്ട്സ് ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെ എന്താ ബേസിക്കലി ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ OEMസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റഗ്രേറ്ററിൻ്റെ അടുത്തുനിന്നോ ഈ സൊല്യൂഷൻ വാങ്ങിയിട്ട് അവർ അതിനെ ഇൻ്റർ കണക്ട് ചെയ്ത് ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ടെക്നിക്കൽ ആയിട്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. അതാണ് ഏത് ബ്രാഞ്ചസിലൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അത് ഇലക്ട്രിക്കലിലുള്ള ആൾക്കാരുണ്ട്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇപ്പൊ പുതിയ ബ്രാഞ്ചുകൾ പറയുകയാണെങ്കിൽ റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ഒക്കെ അതിനായിട്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ ഇതിൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു, അപ്പോഴെനിക്ക് തോന്നിയ ഒരു സംശയം, അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർ പ്രോഗ്രാമിംഗ് ആണല്ലോ പഠിക്കുന്നത്, അത് അവര് ആ പ്രോഗ്രാമിംഗ് അല്ല ഇവിടെ ഉള്ള അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അതായത് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ്, അതായത് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഡൊമൈൻ നോളജ് കുറച്ച് കിട്ടൽ അത്യാവശ്യമാണ്. കാരണം ഒരു സെൻസർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാലാണ് സെൻസറിൽ നിന്നുള്ള ഡാറ്റനെ വെച്ചിട്ട് എന്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാൻ പറ്റും. വളരെ റയറായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സൊക്കെ ഇവിടെ ഒന്ന് എക്സൽ ചെയ്യാറുണ്ട് എന്നല്ലാതെ ജനറലി അങ്ങനെ. പിന്നെ അവർക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യൂല ഇവിടെ വന്നാൽ. കാരണം ഇവിടെ കുറേ ഫീൽഡിലുള്ള വർക്ക് ഉണ്ടാവും. പിന്നെ അതും ഇതിലൊരു പ്രധാനപ്പെട്ട നമുക്ക് ഈ സൈറ്റ് എന്ന് പറഞ്ഞ സംഗതി ഒരു ഓട്ടോമേഷൻ ജോബിൽ വന്നാൽ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ സൈറ്റ് വിസിറ്റ്സ് അവിടെ പോവുക, അത് പലപ്പോഴും ഫീൽഡിലായിരിക്കും. ഫാക്ടറിയിലോ ഫാക്ടറി ഫ്ലോറുകളിലോ അല്ലെങ്കിൽ വല്ല പ്ലാന്റിന്റെ അകത്തോ അല്ലെങ്കിൽ ഡെസേർട്ടിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതില് എൻജോയ്മെന്റ് കണ്ടെത്തുന്ന ആളുകൾക്ക് നല്ല ഏരിയ. അല്ല, ഈ പ്രോഗ്രാമിംഗ് ഇതിലെ എന്താണ് ഇതിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? PLCs are generally programmed using something called IEC 61131 എന്ന് പറഞ്ഞാൽ 61131 എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. അപ്പം അതിൽ സ്ട്രക്ചേർഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ ലാഡർ ലോജിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ സീക്വൻഷ്യൽ ഫങ്ഷൻ ചാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു 5-6 അപ്പോൾ അതിൽ ലാഡറാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇത്. അത് ബേസിക്കലി ഈ മുമ്പ് PLCയുടെ ജോബ് ചെയ്തുകൊണ്ടിരുന്നത്, PLC ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന റിലേകൾ വെച്ചിട്ട് ഇങ്ങനെ വയർ ചെയ്തിട്ടായിരുന്നു. റിലേകൾ തമ്മിൽ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് വയർ ചെയ്തിട്ട് റിലേ ലോജിക് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിനെ ഒരു എംബഡഡ് സൊല്യൂഷൻ ആക്കിയിട്ടാണ് PLC വന്നത്. അപ്പോൾ ആ റിലേ ലോജിക് ചെയ്തുകൊണ്ടിരുന്ന എൻജിനീയേഴ്സിന് ഒരു സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ കൂടുതൽ അവരുടെ ആ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണ പോലെ തന്നെ ഈ പ്രോഗ്രാം എഴുതാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ച സാധനമാണ് ലാഡർ ലോജിക്. അതുകൊണ്ടാണ് അതൊരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ്. ഇങ്ങനെ അതിന്റെ സിൻടാക്സ് എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരക്കണ പോലെ വരക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ആ വിഷയത്തിൽ. ഇനി വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച്, ഇതിന്റെ ജോലി സാധ്യതകളോ അല്ലെങ്കിൽ മറ്റ് കരിയർ സാധ്യതകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത്, നമ്മളിപ്പം ഈ ഓട്ടോമേഷൻ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻഡസ്ട്രി വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, വാട്ടർ, പവർ, പിന്നെ അതേപോലെ ഫുഡ് ആൻഡ് ബെവറേജ്, FMCG, മാനുഫാക്ചറിങ്, മൈനിങ്, ഈ എല്ലാ ഇൻഡസ്ട്രികളിലും ഓഫറിങ് ഉണ്ട്. അത് ഒരു
എൻഡ് യൂസേഴ്സ് അവരെ നമ്മൾ പറയാം. ഈ ഇൻഡസ്ട്രിയിൽ അവരാണ് ഈ ഫൈനൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ ഇതിന് ഈ സിസ്റ്റംസ് വാങ്ങിയാൽ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, കാരണം അവർ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാകാൻ തന്നെ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. കാരണം അതിൻ്റെയൊക്കെ അപ്ഗ്രേഡ്, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ വെൻഡേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ, അവരെ വിളിക്കൽ, അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ. പിന്നെ നമ്മളെ പോലെ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനികളിൽ ഉള്ള ആപ്ലിക്കേഷൻ എഞ്ചിനീയേഴ്സ്, പിന്നെ കമ്മീഷനിങ് എഞ്ചിനീയേഴ്സ് പോലുള്ള സ്കോപ്പുകളുണ്ട്. അതായത് ചില ഓട്ടോമേഷൻ OEMs, ടെക്നോളജി OEMs ലൈക്ക് ABB, സീമെൻസ്, ഷ്നൈഡർ ഇലക്ട്രിക് ഒക്കെ പോലുള്ള കമ്പനികൾക്ക് പ്രോജക്റ്റ് ഡിവിഷൻസ് ഉണ്ടാവും. അവർ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ജോബ് തന്നെ ചെയ്യും. അപ്പോൾ അവിടെ ജോബുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ, അവിടെയും ജോബ് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ജോബ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചിലപ്പോൾ എംബഡഡ് സിസ്റ്റംസിനും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും അവിടെ. കാരണം അവിടെ പ്യുവർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും പ്യുവർ ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റൊക്കെയാണ്. അപ്പോൾ അവിടെ കൂടുതൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനും ഇതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഡൗൺ സ്ട്രീമിൽ വരുന്ന ഇതിലാണ് ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ് വരുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഇപ്പോൾ കുറച്ച് കമ്പനികൾ പറഞ്ഞു അതിപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിലാണോ, എവിടെയാണ് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? ഇന്ത്യയിൽ തന്നെ എവിടെയുള്ളത്, അല്ലെങ്കിൽ പുറത്ത് പോയാൽ പിന്നീടുള്ള ജോബ്, അതിനെക്കുറിച്ചും കൂടെ ഒന്ന്. അത് ഈ ഇൻഡസ്ട്രികൾ നോക്കിയാൽ മതി. നമുക്ക് ഇപ്പം ഇന്ത്യയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബോംബെ ഹൈയിലും ഗുജറാത്തിലും ഒക്കെയാണ് ഉള്ളത്. ഇപ്പം ഫുഡ് ആൻഡ് ബെവറേജ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാവും. പിന്നെ അല്ലാതെ ഇപ്പോൾ ഒരു ഷുഗർ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ സർട്ടൻ ബെൽറ്റുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഇൻഡസ്ട്രികളും ഓരോ ഇതായിരിക്കും. പിന്നെ ഈ സിസ്റ്റം ഇൻ്റഗ്രേഷൻ കമ്പനികൾ ജനറലി ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ Tier 1 സിറ്റിയിലും ഇഷ്ടം പോലെ സിസ്റ്റം ഇൻ്റഗ്രേഷൻ കമ്പനികളുണ്ട്. അപ്പോൾ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനത്തെ സിറ്റികളിൽ. അതിൻ്റെ പുറമെ Tier 2 സിറ്റികളിൽ, ഇപ്പോൾ കൊച്ചിയിൽ പിന്നെ ഒരു 3-4 വലിയ സിസ്റ്റം ഇൻ്റഗ്രേഷൻ കമ്പനികളുണ്ട്. പിന്നെ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് കമ്പനികളുണ്ടാവും. പിന്നെ പുറത്ത് പോയാൽ ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഉണ്ട്. അവിടെയൊക്കെ വളരെ ലാർജ് ആയിട്ടുള്ള പിന്നെ ഓപ്പർച്യൂണിറ്റി. ആ കമ്പനികളൊക്കെ ഡയറക്ട്ലി ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സിനൊക്കെ ഹയർ ചെയ്യും. ഇനി ഇതിൽ കോൺസിസ്റ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കോൺസിസ്റ്റിൽ നമ്മൾ എപ്പോഴും ഹയർ ചെയ്യുന്ന ഒരു റോള് എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ എഞ്ചിനീയർ, സിസ്റ്റം ഇൻ്റഗ്രേഷൻ. അതായത് നമുക്ക് ഒരു പ്രോജക്റ്റിൽ ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ടീമിലേക്ക് വേണ്ട ആൾക്കാരാണ്. പിന്നെ ഉള്ളത് സൊല്യൂഷൻ ആർക്കിടെക്ട്സ് ആണ്. സൊല്യൂഷൻ ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ അവർ ചെയ്യുന്നത് ഈ നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് സൊല്യൂഷനാണ് കൊടുക്കുക എന്ന് പിന്നെ അതിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് ഒരു പ്രീ സെയിൽസ് പീരിയഡിൽ നമ്മൾ എന്താണ് ആ സൊല്യൂഷൻ എന്ന് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എന്തൊക്കെ എക്യുപ്മെൻറ്റ് വേണം, എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അതിൻ്റെയൊക്കെ ലിസ്റ്റും ഷെഡ്യൂൾസൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അത് സെയിൽസ് ടീമിന് കൈമാറുക. ഇതാണ് അവരുടെ പണി. അപ്പോൾ അത് സൊല്യൂഷൻ ആർക്കിടെക്ട്സ് നമ്മൾ ഹയർ ചെയ്യാറുണ്ട്. പിന്നെ കമ്മീഷനിങ് എഞ്ചിനീയേഴ്സ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ എഞ്ചിനീയേഴ്സ് ആണ് സാധാരണ സിസ്റ്റം ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും പരിപാടിയൊക്കെ. പക്ഷേ കമ്മീഷനിങ് എഞ്ചിനീയേഴ്സ് ആണ് അത് സൈറ്റിൽ പോയിട്ട് അവിടെ സൈറ്റിൽ അത് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കിയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും പിന്നെ ഒക്കെ കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്ത് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഡിപ്ലോമ ആളുകൾക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഓട്ടോമേഷൻ സിസ്റ്റംസ് നമ്മൾ ഒരു കൺട്രോൾ പാനലിൻ്റെ ഉള്ളിലാണത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വിടുക. അപ്പോൾ ആ കൺട്രോൾ പാനൽ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഡിപ്ലോമ, അതേപോലെ ITIയിലൊക്കെ ഉള്ള ആൾക്കാർ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ഇതിൻ്റെ എൻജിനീയറിങ്. അതായത് ഈ കൺട്രോൾ പാനൽസ് എങ്ങനെ പിന്നെ ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഡ്രോയിങ്സ്, അതേപോലെ ഫീൽഡിലുള്ള ഇൻസ്ട്രുമെൻസും സെൻസേഴ്സൊക്കെ എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫീൽഡ് ഡ്രോയിങ്സ്, നെറ്റ്വർക്കിൻ്റെ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള അതിൻ്റെ എല്ലാ ഡ്രോയിങ്ങുകളും ഡിസൈനും ചെയ്യുന്ന ഒരു ടീം. അപ്പോൾ അവിടേക്ക് ഡിസൈൻ എഞ്ചിനീയേഴ്സിനെ നമ്മൾ ഹയർ ചെയ്യാറുണ്ട്. അപ്പം ഇത് ഓക്കെ. അപ്പോൾ ഈ പൊസിഷനുകൾ പറഞ്ഞു. നമുക്ക് പക്ഷേ
എന്തൊക്കെ വാട്ട് ഈസ് ഇപ്പോൾ കോൺസിസ്റ്റിൽ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് ആണ് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ജിയോഗ്രഫീസിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അങ്ങനത്തെ എവിടേക്കൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത്, അതും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കറൻ്റ്ലി നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കോർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ആലുവയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഗൾഫിലെ GCC കൺട്രീസിലാണ്. അതിൽ തന്നെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ കുവൈത്ത്, ഒമാൻ, UAE ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രൈം ഫോക്കസ് ലൊക്കേഷൻസ്. കസ്റ്റമർ അവിടെയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മളിപ്പോൾ ആഫ്രിക്ക, പിന്നെ അതേപോലെ ചില സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അല്ല, അപ്പോൾ ഹയർ ചെയ്യുന്ന ആളുകൾ കൂടുതലും എവിടെയായിരിക്കും? കൊച്ചി ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് വർക്ക് ഉണ്ടാവുക, അതോ മറ്റു മിഡിൽ ഈസ്റ്റിലും അവിടെയാണോ അവർക്ക് അവരെ ജോബിന് എടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ? കൂടുതൽ ആൾക്കാരും ഇവിടെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാവുക, കൊച്ചിയിൽ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ബേസ് ചെയ്യുമ്പോഴും ഓൺ ഡിമാൻഡ് ട്രാവൽ ചെയ്യേണ്ട കേസുകൾ പല റോളുകൾക്കും ഉണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എസ്പെഷ്യലി ഫോർ ഒരു കസ്റ്റമർ സർവീസ് പെർസ്പെക്റ്റീവിൽ കാരണം നമ്മളൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പോന്നാൽ നമുക്ക് അവിടെ വീണ്ടും സർവീസസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് നമ്മൾ ഓൺ സൈറ്റ് ഡിപ്ലോയ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇനി. ശരി. അപ്പോൾ ഇതാണ് ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനായി ബന്ധപ്പെട്ട ഒരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ സാധ്യതകളാണ് എന്നാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.